ഇതാ ഗ്രീൻ പീസ് കൊണ്ട് ഒരു കറി ഉണ്ടാക്കാൻ പോവാണ്. ഒന്ന് വൃത്തിയായി കഴുകിയിട്ട് വെള്ളത്തിൽ കുതിരാനിട്ട് വെക്കണം. ഇതാ ഞാൻ ഗ്രീൻ പീസ് 3-4 തവണ നന്നായി വൃത്തിയായിട്ട് കഴുകി. ഇനി ഈ വെള്ളം കളയൊന്നും വേണ്ട, അങ്ങനെ തന്നെ വേവിക്കാനിടാം. ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് വെക്കാം. ഇതാ ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് ആ വെള്ളത്തോട് തന്നെ ഞാൻ അങ്ങനെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വേവിക്കാൻ വെക്കണം. ഇതാ കുറച്ച് ഓയിൽ ഒഴിച്ചു. ഇതാ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഇതാ ചെറിയുള്ളി, ഇതാ വെളുത്തുള്ളി, ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതാ ഒരു തക്കാളി, ഇതാ ഒരു 2 പച്ചമുളക്, ഇതൊന്ന് വഴറ്റി നന്നായിട്ടൊന്ന് എടുക്കണം. ഇതാ ഒരു കൊത്തി കറിവേപ്പില, ഇതാ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ലേശം ചിക്കൻ മസാല, ഇതാ ഒരു മുറി തേങ്ങ കട്ട് ചെയ്താണ്. ഇതെല്ലാം കൂടി മിക്സിയിൽ അരച്ചെടുക്കാം. ഇതാ എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്, മതിയാവും. ഇതാ കുറച്ച് ഓയിൽ ഒഴിച്ചു, സവാള ഇട്ട് കൊടുത്തു. ഇത് തുറന്ന് നോക്കാം. നമ്മുടെ ഗ്രീൻ പീസൊക്കെ ഇതാ നന്നായി വെന്തിട്ടുണ്ട്. അത് നല്ല സോഫ്റ്റായി വെന്തിട്ടിട്ടുണ്ട്. അതിലോട്ട് നമുക്കിത് ഒഴിച്ചെടുക്കാം. അതിലോട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് ജാറ് കഴുകി ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മുടെ കറി അങ്ങനെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇതിൽ ലേശം മല്ലിയില ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കറി സെറ്റായി വന്നിട്ടുണ്ട്. ഇതാ ഒരു ദോശ തവ വെച്ചു. ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ദോശയ്ക്കും ഇഡ്ഡലിക്കും അപ്പത്തിനൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മൊരിഞ്ഞ ദോശ. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി റെഡി ആയിട്ടുണ്ട്. ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.